ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ ആദ്യകാല സൂപ്പർനോവ കണ്ടെത്തിയതിന്റെ ആവേശകരമായ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. രാജ്യാന്തര ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘം ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് JWST ഉപയോഗിച്ച് ആദ്യകാല പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ ഒരു വലിയ കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. സൂപ്പർനോവ എന്നാൽ ഒരു വലിയ നക്ഷത്രത്തിന്റെ സ്ഫോടനത്തിലൂടെയുള്ള അന്ത്യമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഭാസങ്ങളിലൊന്നാണിത്. ഇപ്പോൾ കണ്ടെത്തിയ സ്ഫോടനത്തിന് SNGRB 250314A എന്ന് പേരിട്ടു. ഇത് ഒരു വലിയ നക്ഷത്രത്തിന്റെ അന്ത്യം കുറിക്കുന്നു. ഈ സ്ഫോടനം സംഭവിച്ചത് പ്രപഞ്ചത്തിന് ഏകദേശം 730 മില്യൺ വർഷം മാത്രം പ്രായമുള്ളപ്പോഴാണ്. ഇത് റിയണൈസേഷൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. ഈ സുപ്രധാന കണ്ടെത്തലിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിയതെങ്ങനെയെന്ന് നോക്കാം. ഈ സംഭവം ആദ്യം രേഖപ്പെടുത്തിയത് ഒരു നീണ്ട ഗാമാ റേ ബേസ്റ്റ് GRB ആയാണ്. SVOM എന്ന ബഹിരാകാശ നിരീക്ഷണ ഉപകരണം ഇത് മാർച്ച് 14, 2025 കണ്ടെത്തി. തുടർന്ന് യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയുടെ വെരി ലാർജ് ടെലിസ്കോപ്പ് ESO-BLT ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളിലൂടെയാണ് ഇതിന്റെ ദൂരം സ്ഥിരീകരിച്ചത്. ഈ കണ്ടെത്തലിൽ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ പങ്ക് വളരെ വലുതാണ്. സ്ഫോടനം നടന്ന് ഏകദേശം 110 ദിവസങ്ങൾക്ക് ശേഷം JWSTയുടെ നിയർ ഇൻഫ്രാറെഡ് ക്യാമറ NIRCAM ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ നിർണായകമായി. ശാസ്ത്രജ്ഞർക്ക് സ്ഫോടനത്തിന്റെ വെളിച്ചം അതിന്റെ ആതിഥേയ ഗാലക്സിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞു. കോ-ഓതറും UCD സ്കൂൾ ഓഫ് ഫിസിക്സിലെ അസ്ട്രോഫിസിസ്റ്റുമായ അന്റോണിയോ മാർട്ടിൻ കാറില്ലോ ഇതിനെ ഒരു സ്മോക്കിംഗ് ഗൺ കണ്ടെത്തലെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഗാമാറേ ബേസ്റ്റുകളും വലിയ നക്ഷത്രങ്ങളുടെ അന്ത്യവും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നു. ഈ അതിവിദൂര സൂപ്പർനോവയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വിദൂര സൂപ്പർനോവ പ്രാദേശിക പ്രപഞ്ചത്തിൽ കണ്ടെത്തിയ SN 1998 BW എന്ന സൂപ്പർനോവയുമായി പ്രകാശത്തിലും സ്പെക്ട്രൽ സ്വഭാവത്തിലും അത്ഭുതകരമായ സാമ്യം കാണിക്കുന്നു. ഈ സാമ്യം ആദ്യകാല നക്ഷത്രങ്ങൾ ഇന്ന് കാണുന്ന നക്ഷത്ര സ്ഫോടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന മുൻധാരണകളെ ചോദ്യം ചെയ്യുന്നു. ഈ സുപ്രധാന കണ്ടെത്തലിനു ശേഷം ഗവേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1-2 വർഷത്തിനുള്ളിൽ JWST നിരീക്ഷണങ്ങളുടെ ഒരു രണ്ടാം ഘട്ടം നടത്താൻ ടീം പദ്ധതിയിടുന്നു. ഇത് ഹോസ്റ്റ് ഗാലക്സിയുടെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കാൻ സഹായിക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും വിദൂരമായ ഈ സൂപ്പർനോവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. വീഡിയോ കണ്ടതിന് നന്ദി.